بسم الله الرحمن الرحيم. وقرن في بيوتكن ولا تبرجن تبرج الجاهلية الأولى وأقمنا الصلاة وآتينا الزكاة وأطعنا الله ورسوله إنما يريد الله ليذهب عنكم الرجس أهل البيت ويطهركم تطهيرا واذكرن ما يتلى في بيوتكن من آيات الله والحكمة إن الله كان لطيفا خبيرا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1446 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 33-ാമത്തെ അധ്യായമായ സൂറത്തുൽ അഹ്സാബിലെ 33-34 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقرن في بيوتكن ولا تبرجن تبرج الجاهلية الأولى وأقمنا الصلاة وآتينا الزكاة وأطعنا الله ورسوله إنما يريد الله ليذهب عنكم الرجس أهل البيت ويطهركم تطهيرا واذكرن ما يتلى في بيوتكن من آيات الله والحكمة إن الله كان لطيفا خبيرا. صدق الله العلي العظيم. സൂറത്തുൽ അഹ്സാബിലെ 33 മുതൽ 34 വരെയുള്ള ആയത്തുകളാണ്. 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്തുൽ അഹ്സാബില് ഹിജാബുമായി ബന്ധപ്പെട്ട പർദ്ദാവിധികൾ എന്നറിയപ്പെടുന്ന നിർദ്ദേശങ്ങൾ അടങ്ങിയ ഭാഗത്താണ് നമ്മൾ എത്തിനിൽക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർ അവരുടെ ദൈനംദിന ജീവിത ആവശ്യങ്ങൾക്കുള്ള ചെലവിന് പണം ആവശ്യപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിക്കുകയും അദ്ദേഹത്തിന്റെ ആ ഘട്ടത്തിലെ സാമ്പത്തികാവസ്ഥയിൽ അത് വലിയ പ്രയാസമായി മാറുകയൊക്കെ ചെയ്ത സന്ദർഭത്തിൽ അള്ളാഹു ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് അവർക്ക് ഒരു ഓപ്ഷൻ നൽകാൻ ആവശ്യപ്പെട്ടതായി നമ്മൾ കാണുകയുണ്ട്. ഐഹിക ലോക ജീവിതത്തിന്റെ സുഖസൗകര്യങ്ങളും അലങ്കാരങ്ങളും ഒക്കെയാണ് അവരാഗ്രഹിക്കുന്നതെങ്കിൽ അവരോടത് പറയുക. അവർക്ക് വേണ്ട ഐഹിക ജീവിത വിഭവങ്ങൾ നൽകിക്കൊണ്ട് അവരെ ഏറ്റവും ചന്തമാർന്ന വിധത്തിൽ പിരിച്ചയച്ചേക്കാം എന്നാണ് പ്രവാചക പത്നിമാരോട് പറയാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുകയുണ്ടായത്. ഇനി അതല്ല, അവര് അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും പാരത്രിക ലോക ജീവിത വിജയത്തെയുമാണ് ലക്ഷ്യമിടുന്നതെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു സുകൃതം ചെയ്യുന്ന ആ മഹദീരത്നങ്ങൾക്കായിട്ട് മഹത്തരമായ പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ് അള്ളാഹു അറിയിക്കുകയുണ്ടായത്. അല്ലെങ്കിൽ പത്നിമാരോടായി അറിയിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചുമതലപ്പെടുത്തുകയുണ്ടായത്. അതിനെ തുടർന്ന്
ഒരു താക്കീതിന്റെ അതേപോലെ തന്നെ ശക്തമായ ഭാഷയിലുള്ള ഒരു നിർദ്ദേശം നൽകലിന്റെ സ്വഭാവത്തില് പ്രവാചക പത്നിമാരെ പ്രത്യേകം വിളിച്ചുകൊണ്ട് അള്ളാഹു നേരിട്ട് അഭിസംബോധന ചെയ്യുന്നത് നമ്മൾ കാണുകയുണ്ടായി. അവരിൽ ആരെങ്കിലും വല്ല മ്ലേച്ഛവൃത്തിയും ചെയ്യുകയാണെങ്കിൽ, അത്തരം വല്ല സംഗതികളിലും ഏർപ്പെടുകയാണെങ്കിൽ അവർക്ക് ഇരട്ടി ശിക്ഷയാണ് നൽകപ്പെടുക. അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രയാസരഹിതമായതാണ് എന്നാണ് സൂചിപ്പിക്കുകയുണ്ടായത്. എന്നാൽ അള്ളാഹുവിനും അവന്റെ ദൂതനുമൊക്കെ വേണ്ട പരിഗണന നൽകിക്കൊണ്ട് അവരെ അനുസരിച്ചുകൊണ്ടാണ് അവര് സൽക്കർമ്മം ചെയ്തുകൊണ്ട് കഴിയുന്നത് എങ്കിൽ അവർക്ക് ഇരട്ടി പ്രതിഫലമുണ്ട്. ഏറ്റവും ഉത്തമമായ ജീവിത വിഭവങ്ങളും അവർക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നും അള്ളാഹു അറിയിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് വീണ്ടും പ്രവാചക പത്നിമാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു നേരിട്ട് പറയുന്നൊരു കാര്യം, യാ നിസാ അന്നബി ലസ്തുന്ന ക അഹദിൻ മിനൻ നിസാ, നിങ്ങൾ മറ്റൊരു സ്ത്രീകളെയും പോലെയല്ല. പ്രവാചക പത്നിമാരെ, നിങ്ങൾ വളരെ ഉയർന്ന പദവി അലങ്കരിക്കുന്നവരും വളരെ വലിയ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവരും ഒക്കെയാണ്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുന്ന തഖ്വ അവലംബിക്കുന്ന സ്ത്രീകളെങ്കിൽ നിങ്ങൾ ഒരിക്കലും തന്നെ സംസാരത്തില് കൊഞ്ചിക്കുഴയുന്ന ഒരു സ്വഭാവം മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കരുത്. അവരുടെ മനസ്സിൽ മറത്, എന്തെങ്കിലും വിധത്തിലുള്ള മനസ്സിൽ രോഗബാധയുള്ള, അധാർമികതയുടെ വല്ല രോഗബാധയുമുള്ള ആളുകൾ അവരുടെ ഹൃദയങ്ങളിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില ആഗ്രഹം ജനിപ്പിക്കുന്ന വിധത്തിലുള്ള പെരുമാറ്റം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൂടാ. വഖുൽന ഖൗലൻ മഅറൂഫ, ഏറ്റവും ഉത്തമമായ ഏറ്റവും മാന്യമായ വിധത്തിലും രീതിയിലുമായിട്ട് നിങ്ങൾ സംസാരിക്കുക. ഇതാണ് നൽകപ്പെട്ട നിർദ്ദേശം. പ്രവാചക പത്നിമാർക്ക് നൽകപ്പെട്ട നിർദ്ദേശമാണെങ്കിലും ഈ നിർദ്ദേശങ്ങളിൽ അടങ്ങിയിട്ടുള്ള ആശയങ്ങൾ എല്ലാ വിശ്വാസികളെയും സംബന്ധിച്ചിടത്തോളം, വിശേഷിച്ച് മുസ്ലിം കുടുംബങ്ങളിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ബാധകമായ, അവർക്ക് മാർഗദർശകമായ കാര്യങ്ങളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് എന്നത് സൂക്ഷ്മമായിട്ട് അത് നിരീക്ഷിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമിക സമൂഹത്തിന്റെ ഏറ്റവും ഉത്തമമായ മാതൃക, ഇസ്ലാമിക മൂല്യങ്ങളും ധാർമ്മികതയും ഒക്കെ പാലിക്കപ്പെടുന്ന ഏറ്റവും ഉത്തമമായ കുടുംബാന്തരീക്ഷം ഒക്കെ അള്ളാഹു ഒരു വിശ്വാസി സമൂഹത്തിന് മാതൃക എന്നോണം രൂപപ്പെടുത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽ തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഏറ്റവും നല്ല മാതൃകയായിട്ട് അവർ മാറുന്ന വിധത്തിലുള്ള ചില അധ്യാപനങ്ങൾ അള്ളാഹു അവർക്ക് നൽകുന്നത്. അതിനെ തുടർന്ന് ഇന്ന് നമ്മൾ വായിച്ചു വെച്ച ആയത്തുകളിലായിട്ട് അള്ളാഹു കുറെ കൂടി പ്രവാചക പത്നിമാര് പാലിക്കേണ്ട ചില മര്യാദകൾ വ്യക്തതയോടുകൂടി പറഞ്ഞു തരികയാണ് ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്ന ആയത്തുകളിലായിട്ട്. അതിന്റെ തുടക്കമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠന വിധേയമാക്കിയ ആയത്തുകളിൽ നമ്മൾ കാണുകയുണ്ടായത്. ഈ ഹിജാബുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഇസ്ലാമിലെ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ വസ്ത്രധാരണം, അതുപോലെ കുടുംബാന്തരീക്ഷത്തിലും വെളിയിലും ഒക്കെ അവർ കാണിക്കേണ്ട മര്യാദകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള സംഗതികളാണ് ഈ ആയത്തുകളിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ ആയത്തുകൾ പൊതുവെ ഹിജാബ് സംബന്ധമായ ആയത്തുകൾ, ഹിജാബിന്റെ ആയത്തുകൾ എന്നൊക്കെയുള്ള വിധത്തിലാണ് പരാമർശിക്കപ്പെടാറുള്ളത്. ഹിജാബ് സംബന്ധമായ വിധികൾ ഈ രണ്ട് സൂറത്തുകളിലാണ്. സൂറത്ത് നൂറിൽ നേരത്തെ നമ്മൾ കണ്ടതും ഇപ്പോൾ സൂറത്തുൽ അഹ്സാബിൽ ഉള്ളതുമായ, ഇതിന്റെ തുടക്കം സൂറത്തുൽ അഹ്സാബിലാണ് എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാര്യം. ഇതിന്റെ പൂർത്തീകരണമാണ്
സൂറത്ത് നൂറിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോ അത് സംബന്ധമായ കാര്യങ്ങളാണ് ഈ ഭാഗത്ത് അടങ്ങിയിട്ടുള്ളത് എന്ന കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ പറയാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. 33, 34 ആയത്തുകളാണ് ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിക്കുകയുണ്ടായത്. വഖർന ഫി ബുയൂത്തികുന്ന, ഇവിടെ നേരിട്ട് അള്ളാഹു നിർദ്ദേശം നൽകുകയാണ് പ്രവാചക പത്നിമാർക്ക്. ആ ഭാഷണത്തിന്റെ തുടക്കം യാ നിസാ അൻ നബി എന്ന അഭിസംബോധനയിലൂടെയാണ്. പ്രവാചക പത്നിമാരെ എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളാണ് തൊട്ട് മുമ്പുള്ള 32-ാമത്തെ ആയത്തിൽ നമ്മൾ കാണുകയുണ്ടായത്. ആ ഭാഷണത്തിന്റെ തന്നെ തുടർച്ചയായിട്ടാണ് ഈ 33-ാമത്തെ ആയത്തില് വഖർന ഫി ബുയൂത്തികുന്ന എന്ന് നിർദ്ദേശിക്കുന്നത്. വഖർന ഫി ബുയൂത്തികുന്ന എന്ന് പറഞ്ഞ നിങ്ങൾ നിങ്ങളുടെ വസതികളിൽ, സ്വന്തം വസതികളിൽ ഒതുങ്ങി കഴിയുക. അടക്കവും ഒതുക്കവും ഉള്ളവരായിക്കൊണ്ട് സ്വവസതികൾ കഴിയുന്നവരാകണം നിങ്ങൾ. നിങ്ങൾ പാലിക്കുന്ന ജീവിത മര്യാദ, നിങ്ങളുടെ ഡിസിപ്ലിന്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾ നാട്ടിലിറങ്ങി പരക്കം പായുന്ന സ്വഭാവക്കാരികളാവുന്നവരല്ല ആവേണ്ടത്. വീടുകളിൽ, നിങ്ങളുടെ ഭവനങ്ങളിൽ ഒതുങ്ങിക്കഴിയുന്ന മര്യാദയും അച്ചടക്കവും ഉള്ള ആളുകളായിട്ടാണ് നിങ്ങൾ പ്രവാചക പത്നിമാരെ നിങ്ങൾ കഴിയേണ്ടത്. വഖർന ഫീ ബുയൂത്തികുന്ന, നമ്മുടെ കാലഘട്ടത്തില് വീടുകളുടെ 4 ചുവരുകൾക്കകത്ത് ഒതുങ്ങി കഴിയുക എന്നത് വളരെ നെഗറ്റീവ് കണറ്റേഷനുള്ള ഒരു പ്രയോഗവും നമ്മുടെ സാംസ്കാരിക പ്രതലത്തിൽ അതെന്തോ വളരെ അറുപഴഞ്ചനായ ഒരു സംഗതിയും എന്നൊക്കെ വിധത്തിലാണ് പലപ്പോഴും പരാമർശിക്കപ്പെടുക. എന്നാൽ വീടുകൾ എന്ന ആശയത്തിന്റെ ഉത്ഭവം തന്നെ പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. ഓരോരുത്തരും തങ്ങളുടെ ഭാര്യമാരെയും പെൺമക്കളെയും ഒക്കെ സുരക്ഷിതരാക്കുന്നതിന് വേണ്ടി ഒരുക്കിയിട്ടുള്ള സൗകര്യങ്ങളായിരുന്നു നാഗരികതയുടെ തുടക്കത്തിൽ തന്നെ വീടുകൾ എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ മറക്കാതിരിക്കുന്നത് നല്ലതാണ്. വീടുകൾ എന്നത് സുരക്ഷിതത്വം നൽകുന്നതിന് വേണ്ടി, മുഖ്യമായിട്ടും ഓരോ കുടുംബത്തിലെയും സ്ത്രീകളെ, ഭാര്യമാരെയും പെൺമക്കളെയും ഒക്കെ സുരക്ഷിതരാക്കുന്നതിന് വേണ്ടിയാണ് വീടുകൾ തന്നെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്നത് നമ്മൾ ചരിത്രപരമായി വിലയിരുത്തുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. എന്തായാലും ആധുനിക കാലഘട്ടത്തില്, നമ്മുടെയൊക്കെ സാംസ്കാരിക പശ്ചാത്തലത്തില് വീടുകളിൽ ഒതുങ്ങി കഴിയുക എന്നതിനെ വളരെ നെഗറ്റീവായ രീതിയിൽ ആളുകൾ മനസ്സിലാക്കുകയും ആ നിലക്ക് പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത് കാണാം. അതിന്റെ അതിഭീകരമായ പ്രത്യാഘാതങ്ങള് പൊതുജീവിത ഇടങ്ങളിലേക്ക് നമ്മളൊന്ന് എത്തുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും. തൊഴിലിടങ്ങളും യാത്ര ചെയ്യുന്ന വാഹനങ്ങളും അതുപോലെയുള്ള പൊതു താമസ സ്ഥലങ്ങളും ഒക്കെ തന്നെ എന്തുമാത്രം അരക്ഷിതത്വം സ്ത്രീകളുടെ കാര്യത്തിൽ സൃഷ്ടിക്കുന്നുണ്ട് എന്നത് അതിനോട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിയായ നിലപാട് എന്താണ് എന്ന് മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. വീടുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മുഖ്യമായിട്ടും സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് എന്നതാണ് വസ്തുത. വീടുകൾക്ക് വെളിയിൽ ആകുമ്പോൾ എന്തുമാത്രം വൾണറബിൾ ആയിട്ട് അവർ മാറും എന്നതും ആ സംഗതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ജാഹിലിയ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന പൊതുസമൂഹത്തില്, പൊതുമണ്ഡലങ്ങളില് ഇറങ്ങി നിയന്ത്രണമില്ലാതെ, അച്ചടക്കമില്ലാതെ, മര്യാദ പാലിക്കാതെ പൊതുസമൂഹത്തില് അഴിഞ്ഞാടുന്ന, എല്ലാവിധത്തിലുള്ള കുത്തഴിച്ചിലും കാണിക്കുന്ന ജീവിത സ്വഭാവം സ്ത്രീകൾ പരക്കെ പിന്തുടർന്നിരുന്ന ഒരു ഘട്ടത്തിലാണ് അവർക്കിടയിൽ വളരെ ഉത്തമമായ അടിത്തറകളിലുള്ള ഒരു ധാർമ്മികത അള്ളാഹു കുടുംബ തലത്തിൽ തന്നെ നടപ്പിലാക്കുന്നത്. അതിനുവേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നത് തന്റെ പ്രവാചകന്റെ കുടുംബത്തെ തന്നെയാണ്. അവിടെയാണ് അത്തരം ധാർമ്മിക സദാചാര മൂല്യങ്ങളുടെയും വസ്ത്രധാരണ മര്യാദകളുടെയും അതുപോലെ ജീവിത
മര്യാദകളുടെയൊക്കെ ബാലപാഠങ്ങൾ ആദ്യമായിട്ട് പരിശീലിപ്പിക്കപ്പെടേണ്ടതും, എന്നിട്ട് ആ ഒരു മാതൃക ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സമൂഹത്തില് അത്തരം മര്യാദകള് പൊതുവായിട്ട് നടപ്പിലാക്കപ്പെടേണ്ടതും എന്ന നിലക്കാണ് അള്ളാഹു അതിനെ ആസൂത്രണം ചെയ്തിട്ടുള്ളത് എന്നത് കാണാൻ പ്രയാസമില്ല. അപ്പൊ ഇവിടെ യാ നിസാ നബി എന്ന് വിളിച്ചുകൊണ്ട് പ്രവാചക പത്നിമാരെ അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്നതിന്റെ തുടർച്ചയായിട്ട് അവർക്ക് തന്നെ നൽകപ്പെടുന്ന നിർദ്ദേശമാണ് വഖർന ഫീ ബുയൂതികുന്ന, നിങ്ങൾ നിങ്ങളുടെ വസതികളിൽ ഒതുങ്ങിക്കഴിയുക. നിങ്ങളുടെ വീടുകളാണ് നിങ്ങളുടെ സുരക്ഷിതത്വത്തിന്റെ കേന്ദ്രങ്ങൾ. നിങ്ങൾ അവിടെ സുരക്ഷിതരായി, മര്യാദയുള്ളവരായി, മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരായി കഴിഞ്ഞുകൂടുക. വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊല. പഴയകാലത്തെ ജാഹിലീയത്തിന്റെ ആ പുളയ്ക്കലും അതുപോലെ അഴിഞ്ഞാട്ടവും ഒന്നും തന്നെ നിങ്ങൾ പിന്തുടരുന്നവരാവരുത്. വലാ തബറജ്ന എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. വലാ തബറജ്ന, നിങ്ങൾ തബറുജ് ചെയ്യുന്നവരാവരുത് എന്നാണ്. തബറുജ് എന്ന വാക്ക് അതിന്റെ റൂട്ട് വേർഡ് ബറജ എന്നാണ്. അതിൽ നിന്നാണ് ബുർജ്, ബാരിജ് പോലെയുള്ള വാക്കുകളൊക്കെ വന്നിട്ടുള്ളത്. ഉയർന്നു നിൽക്കുക, എടുത്തു പിടിച്ചു നിൽക്കുക, ഏറ്റവും ശ്രദ്ധ പിടിച്ചു പറ്റുന്ന വിധത്തില് പ്രകടനാത്മകതയുള്ളവരായി നിൽക്കുക എന്നൊക്കെയാണ് ഈ പദം നൽകുന്ന സൂചന. സ്ത്രീകളോട് അള്ളാഹു ഇവിടെ നൽകിയിട്ടുള്ള നിർദ്ദേശം ഒതുങ്ങി കഴിയാനാണ്. വഖർന ഫീ ബുയൂതികുന്ന, നിങ്ങളുടെ ഭവനങ്ങളാണ് നിങ്ങളുടെ സുരക്ഷിത കേന്ദ്രങ്ങൾ. അവിടെ മര്യാദയും അതുപോലെ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരുമായിക്കൊണ്ട് നിങ്ങൾ ഒതുങ്ങി കഴിയുക എന്നതാണ്, അച്ചടക്കത്തോടു കൂടി കഴിയുക എന്നതാണ് നൽകിയിട്ടുള്ള നിർദ്ദേശം. അതിന്റെ നേരെ വിപരീതമായ ഒരു കാര്യമാണ് അതിഭീകരമായ വിധത്തിലുള്ള പ്രകടനാത്മകതയിൽ അങ്ങ് തുള്ളിക്കളിക്കുന്ന ഒരു സ്വഭാവം കാണിക്കുന്നവരായി പൊതുമണ്ഡലങ്ങളിൽ അങ്ങ് നിറഞ്ഞു നിൽക്കുക എന്നുള്ളത്. അപ്പോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, നമ്മുടെ സാമൂഹ്യ സാഹചര്യത്തില് ഏത് ശരി ഏത് തെറ്റ് എന്ന് നിർണയിക്കുന്നതിന് അടിസ്ഥാനപരമായ ഒരു ധാർമ്മികമായ അടിത്തറ അള്ളാഹു നമുക്ക് വ്യക്തമാക്കി തരികയാണ് പ്രവാചക പത്നിമാർക്ക് ഈ നിർദ്ദേശം നൽകിക്കൊണ്ട് എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. വീടുകളിൽ മര്യാദയുള്ളവരായിക്കൊണ്ടും അതുപോലെ ഒതുക്കമുള്ളവരായിക്കൊണ്ടും കഴിഞ്ഞുകൂടുക എന്ന് ഒരു ഭാഗത്ത് നിർദ്ദേശിച്ച സംഗതിക്ക് അതിനെ തുടർന്ന് പറയുന്നത് വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊല. ഈ തബറുജ് എന്ന വാക്ക് ഞാൻ സൂചിപ്പിച്ചു. ഇതിന്നാണ് ബാരിജ് എന്ന വാക്ക് വന്നിട്ടുള്ളത്. ബാരിജ് എന്ന് പറഞ്ഞാൽ കടലിന്റെ ഉപരിതലത്തില് ഉയർന്നു നിൽക്കുന്ന പായക്കപ്പലിനാണ്, അല്ലെങ്കിൽ അതുപോലെയുള്ള പഴയ കാലത്ത് ഈ അറബി വാക്കുന്നാണ് ഇംഗ്ലീഷിലെ ബാർജ് എന്നുള്ള വാക്ക് വന്നിട്ടുള്ളത്. ബാർജ് എന്ന് പറഞ്ഞാല് കടലിൽ ഇങ്ങനെ ഉയർന്ന് തല ഉയർത്തി നിൽക്കുന്ന വലിയ കപ്പലുകൾക്കാണ് ഇംഗ്ലീഷിൽ പറയാറുള്ളത്. ബാർജ് എന്നുള്ളത് അറബിയിലെ ബാരിജ് എന്ന വാക്കുന്നാണ് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ ബാരിജ് എന്ന് പറഞ്ഞാല് നമുക്ക് വിശാലമായ കടലിന്റെ ജലോപരിതലത്തില് അങ്ങനെ പ്രത്യേകം എഴുന്നേറ്റ് നിൽക്കുന്ന, അങ്ങനെ ഉയർന്ന് ശ്രദ്ധ പിടിച്ചു പറ്റുന്ന വിധത്തിൽ നിൽക്കുന്ന ഒരു കാഴ്ചക്കാണല്ലോ ആ പദം ഉപയോഗിക്കുന്നത്. ഏകദേശം അതേപോലെ ആ ഒരു മെറ്റഫർ കൊണ്ട് ഒരു സ്ത്രീയെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ചില ബോഡിലി ഇമാജിനേഷൻ അത് സംബന്ധമായിട്ട് നമുക്ക് അതിനോട് ചേർത്ത് വെച്ചാൽ കൃത്യമായിട്ട് അതിന്റെ സൂചന എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ശരീരം പ്രത്യേകം എടുത്തു പിടിച്ചു നിർത്തുന്ന, ആളുകളുടെ ശ്രദ്ധ അങ്ങ് പിടിച്ചു വലിക്കുന്ന, ആളുകളെ എളുപ്പം വശീകരിക്കുന്ന വിധത്തിലുള്ള വസ്ത്രധാരണ രീതിയും അതുപോലെ പ്രകടനാത്മകതയും ഒക്കെയുള്ള വിധത്തില് പൊതു ഇടങ്ങളിൽ രംഗത്ത് വരരുത് എന്നത് തന്നെയാണ് അള്ളാഹുവിടെ നൽകുന്ന നിർദ്ദേശം. ചില കലാരംഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലപ്പോഴും നൃത്തം പോലെയുള്ള കലകളിൽ ഏർപ്പെടുന്ന
ആളുകള് ഈ നിർദ്ദേശം, ഖുർആൻ നൽകുന്ന ഈ നിർദ്ദേശത്തിന്റെ നേരെ വിപരീതമായ ഒരു സ്വഭാവം ആണ് അവരുടെ ശരീരഭാഷയിലൂടെ പ്രകടിപ്പിക്കുന്നത് എന്നത് അവരുടെ വസ്ത്രധാരണത്തിലൂടെയും അവരുടെ വേദികളിലുള്ള പ്രകടനങ്ങളിലൂടെയും ഒക്കെ അവതരിപ്പിക്കുന്നത് എന്നത് നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ ഈ പദത്തിന്റെ സൂചനകളിൽ നിന്ന് തന്നെ ഉൾക്കൊള്ളാൻ സാധിക്കും. അതുകൊണ്ട് പല തബർറജ്ന തബറുജൽ ജാഹിലിയത്തിലൂല, ഏത് തരം വസ്ത്രധാരണം സ്വീകരിക്കുകയാണെങ്കിലും പർദ്ദ പോലും ആ വിധത്തിലൊക്കെ ആക്കി മാറ്റാൻ സാധിക്കും. യഥാർത്ഥത്തില് അതിന്റെ താല്പര്യം തന്നെ ശരീരാകാരം ഒന്ന് മൂടിയിടുക, മറച്ച് പിടിക്കുക എന്നതാണ്. അപ്പൊ അത് വളരെ പ്രകടമാക്കുന്ന വിധത്തില് അബായയും പർദ്ദയും പോലെയുള്ള വസ്ത്രങ്ങള് മാറ്റിക്കൊണ്ട് അതിന്റെ താല്പര്യത്തിനെ തന്നെ, അതിന്റെ സ്പിരിറ്റിനെ തന്നെ തകർത്ത് കളയുന്ന വിധത്തിലൊക്കെ അത്തരം വസ്ത്രധാരണത്തെ ആളുകൾ പലപ്പോഴും ഉപയോഗപ്പെടുത്തുന്നതോ അങ്ങനെ ഒരു ഫാഷൻ ഉണ്ടാക്കി കൊണ്ടുവരുന്നതോ ഒക്കെ കാണാൻ കഴിയും. യഥാർത്ഥത്തില് ഇസ്ലാം പഠിപ്പിക്കുന്ന ഈ വസ്ത്രധാരണ രീതി അവര് പുറത്തു പോകുമ്പോൾ, വീട്ടിന്റെ അകത്ത് ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങളൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ആരുടെയൊക്കെ മുന്നിൽ ഏതൊക്കെ വിധത്തില് വസ്ത്രധാരണം പാടുണ്ട് എന്നത് പഠിപ്പിച്ചു, അതിന്റെ രീതികൾ മനസ്സിലാക്കി തന്നു എന്നത് അല്ലാതെ വീട്ടിനകത്ത് പർദ്ദ അണിയുക എന്നതോ മൂടുപടം ഇടുക എന്നതോ ഒന്നും ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു കാര്യമല്ല. എന്നാൽ പുറത്തിറങ്ങുമ്പോൾ ശരീരത്തിന്റെ ആകാരവും രൂപവും ശരീരാവയവങ്ങളെ പ്രത്യേകം എടുത്തു പിടിച്ച് കാണിക്കുന്ന വിധത്തിലൊക്കെ ആവുന്ന വിധത്തിലുള്ള വസ്ത്രധാരണം ഉണ്ടായിക്കൂടാ എന്നതുകൂടി ഈ സൂചനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വല തബർറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊല, പഴയ ജാഹിലിയ കാലത്തെ പോലെ നിങ്ങളുടെ ശരീര സൗന്ദര്യം വെളിപ്പെടുത്തുന്ന വിധത്തില് നിങ്ങൾ നടക്കാതിരിക്കുക. പ്രവാചക പത്നിമാരങ്ങനെ നടക്കാറുണ്ടായിരുന്നു എന്നതല്ല ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. അങ്ങനെയുള്ള സംഗതികളൊന്നും ഉണ്ടാവാൻ പാടില്ല എന്ന അടിസ്ഥാനപരമായ കാര്യം പഠിപ്പിക്കുകയാണ്. അത് അവര് അങ്ങനെ പ്രാക്ടീസ് ചെയ്തിരുന്നു എന്നതല്ല, മറിച്ച് ഇത് പ്രവാചക പത്നിമാരാണ് ആദ്യം ഉൾക്കൊള്ളേണ്ടതും പിന്തുടരേണ്ടതും. അതിനെ തുടർന്നാണ് വിശ്വാസി സമൂഹം അത് ഏറ്റവും നല്ല മാതൃകയായി കണ്ടുകൊണ്ട് പിന്തുടരേണ്ടതും എന്നതാണ് അതിൽ സ്വീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു രീതി. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ജാഹിലിയ കാലത്തെ ആ തബറുജിന്റെ രീതി സ്വീകരിക്കുന്നവരാവരുത്. ശരീരത്തിന്റെ ശരീരലാവണ്യവും സൗന്ദര്യവും ഒക്കെ പൊതു ഇടങ്ങളിൽ എടുത്തു പിടിച്ചു നിൽക്കുന്ന വിധത്തിൽ പ്രകടിപ്പിക്കുന്നവരായിട്ടാവരുത് നിങ്ങൾ നിലകൊള്ളുന്നത്. വല തബർറജ്ന തബറുജൽ ജാഹിലിയത്തിലൂല, പഴയ ജാഹിലിയത്തിന്റെ ഇസ്ലാമിന് മുമ്പുള്ള ദൈവിക മതത്തിന്റെ സംസ്കാരമോ ധാർമ്മികതയോ ഉൾക്കൊള്ളാത്ത വിധത്തിലുള്ള ഒരു ജീവിത രീതിയെയാണ് ജാഹിലിയത്ത് എന്ന പദം കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നത്. അന്ധകാരം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ജാഹിലിയത്ത് എന്ന് പറഞ്ഞാൽ അജ്ഞത, അന്ധകാരം ഒക്കെയാണ്. അപ്പൊ ജാഹിലിയത്തിന്റെ അജ്ഞതയുടെയും അന്ധകാരത്തിന്റെയും അധാർമികതയുടെയും ഒക്കെ കാലത്ത് നിലനിന്നിരുന്ന ഒരു ജീവിത സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തില് സ്ത്രീകള് പൊതുജീവിതത്തില് നടത്തിയിരുന്ന ചില രീതികളും അവരുടെ ചില റോളുകളൊക്കെ ഉണ്ട്. ആ വിധത്തിലൊന്നും ആവരുത് മുസ്ലിം കുടുംബങ്ങളിലെ സ്ത്രീകൾ എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. എന്നിട്ട് വല തബർറജ്ന തബറുജൽ ജാഹിലിയത്തിലൂല, പഴയ ജാഹിലിയത്തിന്റെ ആ അഴിഞ്ഞാട്ടം അല്ലെങ്കിൽ പ്രദർശന പരത, എക്സിബിഷനിസം, ഇതൊന്നും കൊണ്ട് നടക്കുന്നവരായിട്ട് നിങ്ങൾ മാറരുത്. മറിച്ചോ വാഖിംന സ്വലാത്ത, ഇതിന്റെയൊക്കെ സ്ഥാനത്ത് നിങ്ങൾ കൊണ്ടുവരേണ്ടത് എന്താണ്? വാഖിംന സ്വലാത്ത, നിങ്ങൾ നമസ്കാരം അനുഷ്ഠിക്കുന്നവരും അത് നടപ്പിലാക്കുന്നവരുമാവുക. വാതീന സക്കാത്ത, നിങ്ങൾ സക്കാത്ത് നൽകുന്നവരായി മാറുക. വാതിഅന അല്ലാഹ വറസൂലഹു, അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുന്നവരാവുക. ഇതൊക്കെയാണ് അതിന് പകരമായിട്ട് കൊണ്ടുവരേണ്ട സംഗതികൾ. ജാഹിലിയത്തിന്റെ തബറുജ് കാണിക്കുന്ന, ജാഹിലിയത്തിന്റെ കടൽപ്പരപ്പിലെ ഒരു കപ്പൽ ഏത് വിധത്തില് ശ്രദ്ധ ആകർഷിക്കുന്നതാണോ
അതേ വിധത്തിൽ ശ്രദ്ധയാകർഷിക്കുന്ന വസ്ത്രധാരണവും പെരുമാറ്റ രീതികളും സംസാര രീതികളും പുഞ്ചിക്കുഴയലും ഇടപെടലും ഒക്കെ ആയിക്കൊണ്ടുള്ള ജീവിതം നിങ്ങൾ പിന്തുടർന്നുകൂടാ. മറിച്ച് അതിന്റെ സ്ഥാനത്ത് നിങ്ങൾ നമസ്കാരം നിലനിർത്തുന്നവരും ജക്കാത്ത് നൽകുന്നവരും അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുന്നവരുമായി നിലകൊള്ളുക എന്നതാണ് അള്ളാഹുവിടെ നൽകുന്ന നിർദ്ദേശം. അക്കാര്യം നേരിട്ടാണ് പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പത്നിമാരോട് ഇങ്ങനെ പറയാൻ വേണ്ടി പോലും അല്ല പറയുന്നത്. മുകളിലുള്ള ആയത്തുകളിൽ അങ്ങനെയായിരുന്നു. പക്ഷെ ഇവിടെ നേരിട്ട് യാ നിസാ നബി എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പ്രവാചക പത്നിമാരെ നേരിട്ട് വിളിച്ചുകൊണ്ടാണ് ഇക്കാര്യം പറയുന്നത്. ഇത് പ്രവാചക പത്നിമാർക്ക് മാത്രം ബാധകമായ ഒരു കാര്യമാണ് എന്ന വിധത്തിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതൊരു തെറ്റായ ആശയ നിർദ്ധാരണമാണ്. പ്രവാചക പത്നിമാർക്ക് മാത്രമായിട്ടല്ല, മുഴുവൻ വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും പിന്തുടരേണ്ട ഒരു മര്യാദയായിട്ട്, ഒരു സാംസ്കാരികമായ രീതിയായിട്ടാണ് ഇത് പഠിപ്പിക്കപ്പെടുന്നത്. അതിന്റെ ഏറ്റവും ഉത്തമമായ മാതൃകകളായിട്ട് നിലകൊള്ളേണ്ടത് പ്രവാചക പത്നിമാരായതുകൊണ്ട് അവരോട് ആദ്യം പറഞ്ഞത്, കൂട്ടരെ നിങ്ങൾ വേറെ സ്ത്രീകളൊന്നും പോലെയല്ല, നിങ്ങളുടെ കാര്യത്തിൽ വലിയ ചുമതലയും ഉത്തരവാദിത്വം ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് ആൻസറബിലിറ്റി വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ആ ഉദാത്തമായ മാതൃകയാവേണ്ടതിന്റെ അനിവാര്യത ബോധ്യപ്പെടുത്തിയതിന് ശേഷം വിശ്വാസി സമൂഹത്തിന് നിങ്ങൾ ഏറ്റവും ഉത്തമരായ മാതൃകകളാവേണ്ടത് എങ്ങനെയാണ് എന്നത് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണ് തുടർന്നുള്ള ഈ ആയത്തുകളിൽ. വാതീന സക്കാത്ത വാതീന അല്ലാഹ വറസൂലഹു, നിങ്ങൾ സക്കാത്ത് നൽകുന്നവരാവുക, അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുന്നവരുമാവുക. ഇന്നമാ യുരീദുല്ലാഹു, നിശ്ചയമായിട്ടും ഇതിലൂടെ എന്താണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് നോക്കൂ. ലിയുദ്ഹിബ അൻകും ഉർരിജ്സ, നിങ്ങളിൽ നിന്ന് സകല മ്ലേച്ഛതകളെയും മാലിന്യത്തെയും അല്ലെങ്കിൽ സകല വൃത്തികേടുകളെയും നീക്കിക്കളയാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. ജാഹിലിയത്തിന്റെ വൃത്തികേടുകളിൽ ചില അംശങ്ങളൊക്കെ നിങ്ങളിലും പറ്റിപ്പിടിച്ച് അങ്ങനെ കിടക്കുന്നുണ്ടാകും. അതൊക്കെ ശുദ്ധീകരിച്ച് അത് നിങ്ങളിൽ നിന്ന് നീക്കിക്കളയാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകും ഉർരിജ്സ, നിങ്ങളിൽ നിന്ന് പോക്കിക്കളയണം. എന്താണ് പോക്കേണ്ടത്? അരിജിസ്, മാലിന്യം, മ്ലേച്ഛത അല്ലെങ്കിൽ വൃത്തികേടുകൾ, അതൊക്കെ നിങ്ങളിൽ നിന്ന് നീക്കിക്കളയാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അഹ്ലൽ ബൈത്ത്, അത് യാ നിസാ നബി എന്ന് പറഞ്ഞതിന് തുടർന്ന് ഇവിടെ വീണ്ടും അതൊരു ഊന്നലോട് കൂടി പറയുകയാണ്, അഹ്ലൽ ബൈത്ത് എന്ന്. ഇത് രണ്ടും നൽകുന്ന സൂചന ഒന്ന് തന്നെയാണ്. നിസാ നബി എന്ന് വിളിച്ചുകൊണ്ടാണ് പിന്നെ അഹ്ലൽ ബൈത്ത്, നിങ്ങൾ വീട്ടുകാരെ എന്നാണ് ആ വാക്കുകളുടെ അർത്ഥം. വീട്ടുകാര് ഒരുപക്ഷെ മലയാളത്തില് പ്രത്യേകിച്ച് മുസ്ലിം പ്രദേശങ്ങളിലൊക്കെ വീട്ടുകാരി അല്ലെങ്കിൽ കുടുംബിനി എന്ന അർത്ഥത്തില് ഉപയോഗിച്ചിരുന്ന, പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു വാക്ക് വീടർ എന്നാണ്. വീടർ എന്ന് പറഞ്ഞാൽ വീട്ടിന്റെ കൈകാര്യകർത്തൃത്വം ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കുടുംബിനി എന്ന അർത്ഥത്തിലാണത് വീടർ എന്ന ആ പ്രയോഗം ഉണ്ടായിരുന്നത്. പഴയ കാലത്ത് ഇപ്പോ ബ്രാഹ്മണ സമൂഹങ്ങളില് നമ്പൂതിരി കുടുംബങ്ങളിലൊക്കെ അന്തർജനം എന്നൊക്കെയുള്ള പദങ്ങൾ ഉപയോഗത്തിലുണ്ടായിരുന്നു. അതൊക്കെ തന്നെ അതിന്റെ അടിസ്ഥാന സ്രോതസ്സിലും അതിന്റെ അടിസ്ഥാന മൂല്യത്തിലും ദൈവികമായ മതപരമായ അധ്യാപനങ്ങളുമായി ബന്ധമുള്ള പ്രയോഗം തന്നെ ആയിരിക്കും. അങ്ങനെയാണ് സാധ്യത. ഞാനിപ്പോ നിലനിൽക്കുന്നതോ സമീപകാലത്ത് ഉണ്ടായിരുന്ന രീതികളോ അങ്ങനെയാണെന്ന് പറയല്ല. അവയുടെയൊക്കെ ഉത്ഭവം അങ്ങനെയുള്ള ചില മര്യാദകള് മതപരമായി ദൈവികമായി പഠിപ്പിക്കപ്പെട്ടതിന്റെ ഭാഗമായിട്ട് അതിന്റെ അവശിഷ്ടമായിട്ട് നിലനിൽക്കുന്നതായിരിക്കും എന്നത് സൂചിപ്പിക്കുകയാണ്. അപ്പൊ നിങ്ങളിൽ അവശേഷിക്കുന്ന എന്തെങ്കിലും വിധത്തിൽ തങ്ങി നിൽക്കുന്ന മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ, വൃത്തികേടുകൾ ഉണ്ടെങ്കിൽ അത് നീക്കിക്കളയാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്നാണ് കുടുംബക്കാരെ, പ്രവാചകന്റെ കുടുംബാംഗങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ഇവിടെ പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നത്. വയുതഹിറക്കും തത്ഹീറ, നിങ്ങൾ ഏറ്റവും സമുന്നതമായ രീതിയിൽ ശുദ്ധീകരിക്കാനുമാണ് അള്ളാഹുവിന്റെ ഉദ്ദേശം. ഇതാണ് ഈ കാര്യങ്ങൾ പറയുന്നതിന്റെ താല്പര്യം. നിങ്ങൾ ഏറ്റവും ഉത്തമകളായ മാതൃകകളാവേണ്ടതുണ്ട്. ആ വിധത്തിൽ നിങ്ങളിലെ മാലിന്യങ്ങൾ നീക്കിക്കളഞ്ഞ് നിങ്ങളിലെ അശുദ്ധമായ സംഗതികളൊക്കെ ഒഴിവാക്കി നിങ്ങൾ ഏറ്റവും ശുദ്ധിയുള്ളവരാക്കി മാറ്റുക എന്നതാണ്
അള്ളാഹുവിന്റെ താല്പര്യം. ഇതാണ് അള്ളാഹു ഈ നിർദ്ദേശം നൽകിയിട്ട് അതിന്റെ ലക്ഷ്യം എന്താണ്, വഖർന ഫീ ബുയൂത്തികുന്ന എന്ന് പറഞ്ഞ് അതിനെ തുടർന്നുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ട് എങ്ങനെ ആവരുത്, പിന്നെ എങ്ങനെ ആവണം, ഈ രണ്ട് കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം എന്തിനാണ് ഇങ്ങനെ പഠിപ്പിക്കുന്നത് എന്ന കാര്യമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. നിങ്ങളെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്ന കാര്യമാണ് ഇവിടെ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളത്. തുടർന്ന് അവർക്ക് പ്രവാചക പത്നിമാർക്ക് ഒരു നിർദ്ദേശം അള്ളാഹു നൽകുന്നത് വദ്കുർന മാ യുത്ല ഫീ ബുയൂത്തികുന്ന മിൻ ആയാത്തില്ലാഹി വൽ ഹിക്മ. എന്തിനാണ് അള്ളാഹു തന്റെ പ്രവാചകനോട് ഒന്നിലേറെ പത്നിമാരെ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയതും അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരേ സമയത്ത് തന്നെ 8-9 പത്നിമാരുള്ളവരായി പത്നിമാരുള്ള ആളായി നിലകൊണ്ടതും എന്തിന്റെ പേരിലാണ് എന്നത് കൂടുതൽ വ്യക്തമാക്കുന്ന ഒരു ഭാഗമാണ്. ഈ ആയത്തില് അതിന്റെ ദൈവിക താല്പര്യം എന്തായിരുന്നു എന്നത് വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെ പ്രവാചക പത്നിമാർക്ക് അള്ളാഹു ഒരു നിർദ്ദേശം നൽകുകയാണ്. വദ്കുർന, നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കണം, നിങ്ങൾ പഠിക്കണം, അതേപോലെ പഠിപ്പിക്കുകയും വേണം. ഈ ആശയങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് വദ്കുർന എന്ന് പറയുന്നതിൽ. വദ്കുർന എന്ന് പറയുന്ന ഒന്നാമത് നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കണം, രണ്ടാമത്തത് നിങ്ങൾ അത് മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കുകയും വേണം, പഠിപ്പിക്കണം. പഠിക്കുകയും പഠിപ്പിക്കുകയും വേണം. എന്താണ് പഠിക്കുകയും പഠിപ്പിക്കുകയും വേണ്ടത്? മാ യുത്ല ഫീ ബുയൂത്തികുന്ന, നിങ്ങളുടെ ഭവനങ്ങളിൽ ഓതിക്കേൾപ്പിക്കപ്പെടുന്നവയുണ്ടല്ലോ, മിൻ ആയാത്തില്ല, അള്ളാഹുവിന്റെ ആയാത്തുകളിൽ പലതും നിങ്ങളുടെ ഭവനങ്ങളിൽ ഓതി കേൾപ്പിക്കപ്പെടുന്നുണ്ട്. അതൊക്കെയും നിങ്ങൾ ശ്രദ്ധാപൂർവം പഠിച്ചെടുക്കുകയും അതേപോലെ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും വേണം. നിങ്ങളത് ഓർക്കണം എന്ന് പറയുമ്പോൾ ഓർമ്മയിൽ സൂക്ഷിക്കണം എന്നതും അതേപോലെ ആവശ്യമുള്ളവർക്ക് അത് ഓർമ്മിപ്പിച്ചു കൊടുക്കണം എന്നതും അടങ്ങിയിട്ടുള്ളതാണ്. ദീർഘകാലം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം തന്നെയും പല ദശകങ്ങളും പ്രവാചക പത്നിമാര് ജീവിച്ചിട്ടുണ്ട്. പിന്നീട് വന്ന പല തലമുറകൾക്കുമായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ദൈവികമായ ജ്ഞാനം അവര് പകർന്നു കൊടുത്തിട്ടുമുണ്ട്. അത് അവർ നിർവഹിച്ചിട്ടുണ്ട് എന്നത് കാണാൻ സാധിക്കും. എത്രയോ ഹദീസുകള് പ്രവാചക പത്നിമാര് വിശേഷിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തത് കാണാൻ സാധിക്കും. ഒരുപാട് സംഭവങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് അവര് മുഖേന രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഓരോ ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ടായിരുന്ന വിശദീകരണങ്ങൾ പലതും പ്രവാചക പത്നിമാരിലൂടെയാണ് തലമുറകളിലേക്ക് പകർന്നു നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും ഒക്കെ രാഷ്ട്രഭരണവും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പൊതുജീവിതത്തില് ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോ പിന്നീട് വന്ന തലമുറകൾക്കായിട്ട് ഇസ്ലാമിന്റെ വിജ്ഞാന സമ്പത്ത് പകർന്നു നൽകുന്ന ഒരു ദൗത്യം നിർവഹിക്കുകയുണ്ടായത് പലപ്പോഴും പ്രവാചക പത്നിമാരായിരുന്നു എന്നത് നമുക്ക് ചരിത്രപരമായി കാര്യങ്ങളെ വിലയിരുത്തുമ്പോൾ ബോധ്യപ്പെടും. അപ്പോ ഇവിടെ അള്ളാഹു നൽകിയിട്ടുള്ള നിർദ്ദേശം തന്നെയാണ്. ഒന്നിലേറെ പത്നിമാര് പ്രവാചകന് ആവശ്യമായിരുന്നു. കാരണം അദ്ദേഹം ഒരു ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ടി വന്ന പ്രവാചകനാണ്. ആ പ്രവാചക ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിന്റെ ഭാഗമായിട്ട് വീടുകളിൽ പഠിപ്പിക്കപ്പെട്ട പല സംഗതികളും പിന്നീടുള്ള തലമുറകൾക്കായി പകർന്നു നൽകുക എന്നൊരു കാര്യം പ്രവാചക പത്നിമാരാണ് നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ പോലെ ഡിജിറ്റൽ ഏജ് ആയിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതൊക്കെയും തന്നെ വീഡിയോ ചെയ്ത് സൂക്ഷിച്ചു വെച്ച് അത് ബാക്കിയുള്ളവർക്ക് കാണാൻ കഴിയുന്ന ഒരു സാങ്കേതിക വളർച്ച ഉണ്ടായിട്ടുള്ള ഒരു കാലമായിരുന്നില്ല അത്. അപ്പോ അത് ഓരോ സന്ദർഭവും കുടുംബജീവിതം, സ്ത്രീകളുടെ പ്രത്യേകമായ സ്വകാര്യ ജീവിതം തുടങ്ങിയിട്ടുള്ള ഒരുപാട് വിഷയങ്ങളില് അള്ളാഹുവിന്റെ പ്രവാചകൻ നൽകിയിട്ടുള്ള മാർഗദർശനം സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കുകയുണ്ടായത് പ്രവാചക പത്നിമാരാണ് എന്നതാണ് വസ്തുത. വദ്കുർന മാ യുത്ല ഫീ ബുയൂത്തികുന്ന, നിങ്ങളുടെ ഭവനങ്ങളിലായി ഓതിക്കേൾപ്പിക്കപ്പെടുന്നത് നിങ്ങൾ ഓർക്കണം, പഠിച്ചു വെക്കണം. മിൻ ആയാത്തില്ല, എന്തൊക്കെയാണ്? അള്ളാഹുവിന്റെ ആയാത്തുകളായിട്ട് കേൾപ്പിക്കപ്പെടുന്നത്. അതുപോലെ വൽ ഹിക്മ, ഹിക്മത്തും പലപ്പോഴും ഞാൻ വിശദീകരിച്ചിട്ടുള്ള ഒരു വാക്കാണ്. അള്ളാഹുവിന്റെ ആയാത്തുകൾക്കുള്ള വിശദീകരണമായിട്ട് അതിന്റെ പ്രായോഗിക രൂപം ആയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
പറഞ്ഞു തന്നതോ കാണിച്ചു തന്നതോ വിശദീകരിച്ചു തന്നതോ ഒക്കെയായ കാര്യങ്ങളാണ് ഹിക്മത്ത്. സുന്നത്ത് എന്ന് വേണമെങ്കിൽ അതിനെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോ അള്ളാഹുവിന്റെ ആയാത്തുകൾ പ്രവാചക പത്നിമാർക്ക് അവരുടെ വീടുകളിൽ കേൾപ്പിക്കപ്പെടുകയുണ്ടായിട്ടുണ്ട്. അത് അവർ പഠിച്ചു വെച്ചു. അത് പിൽക്കാലത്ത് ആളുകൾക്ക് പകർന്നു കൊടുക്കുകയുണ്ടായി. പലപ്പോഴും ഈ ആയാത്തുകളുടെ സൂചന എന്താണ്, അർത്ഥം എന്താണ് എന്ന് അറിയാതിരുന്ന പുതിയൊരു തലമുറയെ സംബന്ധിച്ചിടത്തോളം അത് വ്യക്തമാക്കി കൊടുക്കുക എന്നൊരു കാര്യം കൂടി ഈ പ്രവാചക പത്നിമാര് നിർവഹിച്ചിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് വിധത്തിലാണ് വിശദീകരിച്ചു കൊടുത്തത്, ഏത് വിധത്തിലാണ് അതിന്റെ കർമ്മരൂപം കാണിച്ചു കൊടുത്തത്, പ്രായോഗിക തലത്തില് അതിന്റെ യുക്തിയും ദർശനവും അതിലടങ്ങിയിട്ടുള്ള തത്വജ്ഞാനവും ഒക്കെ എന്തൊക്കെയായിരുന്നു, ഇതൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകൻ പല ഘട്ടങ്ങളിലായിട്ട് വിശദമാക്കി കൊടുത്തത് പ്രവാചക പത്നിമാരാണ് കൂടുതലായിട്ടും പഠിച്ചു വെച്ചതും പിന്നീട് വന്ന ആളുകൾക്കായിട്ട് പകർന്നു കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു ദൗത്യം നിർവഹിക്കുക എന്ന വളരെ സുപ്രധാനമായ ഒരു കാര്യം നിങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതിനു വേണ്ടിയാണ് പ്രവാചക പത്നിമാരെ നിങ്ങളെ ഈ ഒരു കാര്യത്തില് ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ജാഹിലീയത്തിന്റെ അഴിഞ്ഞാട്ടവും തുള്ളിച്ചാട്ടവും ഒക്കെ അങ്ങ് മറന്ന് അതങ്ങ് ഉപേക്ഷിച്ച് കൈവിട്ട് ശുദ്ധി കൈവരിച്ച് പ്രവാചകൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതേപടി ഏറ്റു പഠിച്ച് നിങ്ങൾ അടുത്ത തലമുറക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന വിധത്തില് നിങ്ങൾ ആ ചുമതല നിർവഹിക്കാൻ സജ്ജരാവണം എന്നാണ് അള്ളാഹു ഇവിടെ പ്രവാചക പത്നിമാരോട് ആവശ്യപ്പെടുന്നത്. വദ്കുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാത്തില്ലാഹി വൽ ഹിക്മ. എന്നിട്ട് പറയുന്നത് ഇന്നല്ലാഹ കാന ലതീഫൻ ഖബീറ. അള്ളാഹു സൂക്ഷ്മജ്ഞനാണ്, അഗാധജ്ഞനുമാണ്. നിങ്ങൾ ഏറ്റെടുത്ത് നിർവഹിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അള്ളാഹു ലത്തീഫാണ്, വളരെ സൂക്ഷ്മമായിട്ട് അത് കാണുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതേപോലെ അള്ളാഹു അഗാധജ്ഞനുമാണ്, വളരെ ആഴത്തിലും വ്യാപ്തിയിലും കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകനെ ചുമതലപ്പെടുത്തിയ കാര്യങ്ങൾ അദ്ദേഹം നിർവഹിക്കുന്നത് നോക്കിക്കണ്ട് മനസ്സിലാക്കി അത് മറ്റുള്ളവർക്കായി പകർന്നു നൽകുന്ന വിധത്തില് അവയെ ഏറ്റുവാങ്ങുവാൻ നിങ്ങൾ സജ്ജരാകണം. അത് എത്രത്തോളം സൂക്ഷ്മതയോടെയും ശ്രദ്ധയോടെയും നിങ്ങൾ നിർവഹിക്കുന്നു എന്ന കാര്യം അള്ളാഹു തീർച്ചയായിട്ടും അറിയുന്നുണ്ട്, കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അതിലെന്തെങ്കിലും വിധത്തിലുള്ള വീഴ്ച വരുത്തുക എന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പാടുള്ള കാര്യമല്ല എന്നതുകൂടിയാണ് ഇവിടെ പരോക്ഷമായിട്ട് സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. അപ്പൊ ഈ രണ്ടായത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പദങ്ങളും അത് അവയുടെ സൂചനകളും ഒക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വഖർന ഫീ ബുയൂതികുന്ന എന്ന ഈ ഇന്ന് പാരായണം ചെയ്ത രണ്ടായത്തുകളിൽ ആദ്യത്തെ തുടങ്ങുന്ന അങ്ങനെയാണല്ലോ. ആ വഖർന എന്ന വാക്ക് അടക്കം പാലിക്കുക, ഒതുങ്ങി കഴിയുക എന്ന ഒരർത്ഥതലം അതിനുണ്ട്. അതേപോലെ വഖാർ എന്ന വാക്കുന്നാണ് ഇത് വന്നത് എന്ന നിലക്ക് അതിനെ ശാന്തരായി കഴിയുക, സ്വസ്ഥതയുള്ളവരും ഭയഭക്തിയുള്ളവരും ഒക്കെയായി കഴിയുക എന്ന അർത്ഥത്തിലും മനസ്സിലാക്കപ്പെടുന്നുണ്ട്. രണ്ട് വിധത്തിലായാലും അതിന്റെ താല്പര്യം ഒന്ന് തന്നെയാണ്. നിങ്ങളുടെ വീടുകളില് ഭക്തിയും ശ്രദ്ധയും സൂക്ഷ്മതയും ജാഗ്രതയും ഉള്ളവരായി ശാന്തിയും സമാധാനവും അനുഭവിക്കുന്ന അച്ചടക്കവും അടക്കവും ഒതുക്കവും ഉള്ളവരൊക്കെ ആയിട്ട് കഴിയുക എന്ന ഒരു ആശയമാണ് അതിലൂടെ പ്രകാശിതമാവുന്നത്. പിന്നെ സ്ത്രീകളുടെ യഥാർത്ഥ പ്രവർത്തന മണ്ഡലം അവരുടെ വീടകങ്ങൾ തന്നെയാണ് എന്നൊരു സൂചന ഈ ആയത്തുകളിൽ അടങ്ങിയിട്ടുണ്ട്. പൊതുജീവിതത്തിലേക്ക് സ്ത്രീകൾ വരരുത് എന്നല്ല, സ്ത്രീകൾ പൊതുജീവിതത്തിൽ വരുമ്പോൾ മര്യാദകൾ ചിലതൊക്കെ പാലിക്കേണ്ടതുണ്ട് എന്നത് തീർച്ചയായിട്ടും വ്യക്തമാണ്. പക്ഷെ മുഖ്യമായിട്ടും സ്ത്രീകളുടെ താവളം, സ്ത്രീകളുടെ ഇടങ്ങൾ അവരുടെ വീടുകൾ തന്നെയാണ്. ഇത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ചില പടിഞ്ഞാറൻ പട്ടണങ്ങളിലെ പൊതു രംഗത്ത് സ്ത്രീകൾ അവരുടെ ജീവിതം ഇപ്പോ ആക്കിയെടുത്തിരിക്കുന്ന ഒരു രീതി ഒന്ന് വിലയിരുത്തിയാൽ മതിയാകും. കൂടുതൽ സമയം ക്ലബുകളിലും അതുപോലെ പൊതു ഇടങ്ങളിലുമൊക്കെ ആയിട്ട് സ്ത്രീകൾ അലഞ്ഞു തിരിഞ്ഞ ആണുങ്ങളെ പോലെ തന്നെ നടക്കുന്ന ഒരു സ്വഭാവമാണ് ഈ പാശ്ചാത്യ നാടുകളിലെ പല പട്ടണങ്ങളിലും ഉള്ളതുപോലെയാണ് എങ്കിൽ ആ ഒരു സമൂഹത്തിലെ പുതിയ തലമുറയിലെ കുട്ടികളുടെയൊക്കെ വളർച്ചയും സാംസ്കാരികമായ രീതികളും ഒക്കെ തന്നെ എന്തായിരിക്കും എന്നത് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ.
മനുഷ്യന്റെ ശിശുക്കള് ഒന്നോ രണ്ടോ ദിവസങ്ങള് ഒരു കൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയുന്നവരല്ല. പ്രത്യേകമായ പരിചരണവും ശ്രദ്ധയും കെയറും അതുപോലെ മര്യാദ പഠിപ്പിക്കലും ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കലും വിദ്യാഭ്യാസം നൽകലും ഒക്കെയായിട്ട് ഒരു ദീർഘമായ കാലം തന്നെ കുട്ടികൾക്ക് പരിചരണവും ശ്രദ്ധയും ആവശ്യമുണ്ട്. ഇത് ആണുങ്ങൾക്ക് ചെയ്തുകൂടെ എന്ന് ചോദിക്കാം. തീർച്ചയായിട്ടും ചെയ്യാം. ആണുങ്ങൾ ചെയ്യുന്ന ഏത് കാര്യവും ചെയ്യാൻ യോഗ്യത ഉള്ളവർ തന്നെയാണ് സ്ത്രീകൾ. പക്ഷെ പെണ്ണുങ്ങൾ ചെയ്യുന്ന പലതും ചെയ്യാൻ അത്ര പെർഫെക്റ്റ് ആയിട്ട് ആണുങ്ങൾക്ക് കഴിഞ്ഞോളണമെന്നില്ല. അനിവാര്യമായ ഘട്ടങ്ങളിൽ ആണില്ലാതെ ആയാൽ ഇതൊക്കെ പെണ്ണുങ്ങൾ തന്നെ ചെയ്യേണ്ടി വരുമല്ലോ. പൊതുജീവിതത്തിൽ വരികയും അധ്വാനിക്കുകയും അതുപോലെ വരുമാനം ഉണ്ടാക്കുകയും സാമൂഹ്യ മണ്ഡലങ്ങളിൽ നിറഞ്ഞുകയും ഒക്കെ ചെയ്യുന്ന പണി ചില ഘട്ടങ്ങളിൽ സ്ത്രീകൾക്ക് ചെയ്യേണ്ടി വരും. അത് വേണ്ടെന്നല്ല, അത് ആവശ്യമുള്ളപ്പോൾ ചെയ്യേണ്ടതുമാണ്. എന്നാൽ പ്രാഥമികമായിട്ട് ആണിന്റെ ഇടം പൊതുജീവിത മണ്ഡലങ്ങളാണെങ്കിൽ പെണ്ണിന്റെ ഇടം വീടാണ്. വീട്ടില് കുട്ടികൾക്ക് കുടുംബത്തിന് ഒക്കെ ആശ്രയിക്കാവുന്ന ഒരു സാന്നിധ്യമായിട്ട് സ്ത്രീകൾ ഉണ്ടാവല് വളരെ 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 അനിവാര്യമാണ്. സ്കൂൾ വിട്ടു വരുന്ന കുട്ടി വീട്ടിൽ അമ്മയെ കാണുന്നില്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഒരു ഫ്രസ്ട്രേഷൻ, അത് ഉണ്ടാക്കുന്ന വലിയ ദുരന്തങ്ങൾ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മതി. ഇപ്പൊ എംപ്ലോയിഡ് ആയിട്ടുള്ള സ്ത്രീകളുള്ള കുടുംബങ്ങളിൽ കഴിഞ്ഞ തലമുറയിൽ ഒന്ന് രണ്ട് തലമുറകൾ അങ്ങനെ കേരളത്തിൽ കടന്നുപോയിട്ടുണ്ട്. അതിന്റെ ഒരു അനന്തരഫലം നമ്മൾ കാണാൻ അല്ലെങ്കിൽ വേണ്ട വിധത്തിൽ പഠന വിധേയമാക്കിയിട്ടില്ലാത്ത അത്രയും വ്യാപ്തിയുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇത്ര വ്യാപകമായിട്ട് ഈ കുട്ടികൾ മയക്കുമരുന്നിന്റെ ഒക്കെ ആളുകളായി മാറിയിട്ടുണ്ടാവുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. കുട്ടികൾ വീട്ടിലേക്ക് വരുമ്പോ അവരുടെ അന്നത്തെ ഒരു ദിവസത്തിനെ പറ്റി ചോദിച്ചറിയാന് അമ്മയോ അമ്മയുടെ സ്ഥാനത്തുള്ളവരോ ഇല്ലെങ്കിൽ കുട്ടികൾക്ക് ഫ്രസ്ട്രേഷൻ ആയിരിക്കും. ആദ്യമൊക്കെ അതിലുള്ള പ്രയാസങ്ങൾ കുട്ടികൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും. പിന്നെ അവര് അത്തരം ഫ്രസ്ട്രേഷനുകളെ മറികടക്കാനുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കി തുടങ്ങും. ആ ബന്ധങ്ങൾ ഉണ്ടാക്കി തുടങ്ങുന്നതിന്റെ മുമ്പ് തന്നെ അത്തരം ഫ്രസ്ട്രേഷനുകളെ ഓവർകം ചെയ്യാനുള്ള പല മയക്കുമരുന്നുകളുടെയും ആളുകളായിട്ടൊക്കെ മാറിയിട്ടുണ്ടാവും. ഇതൊക്കെ പരസ്പരം ബന്ധമുള്ള കാര്യങ്ങളാണ്. എന്നതുകൊണ്ട് സ്ത്രീകൾ ജോലിക്ക് പോകരുതെന്നോ പൊതുജീവിതത്തിൽ ഉണ്ടാവരുതെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. സ്ത്രീകളുടെ കേന്ദ്രമായിട്ട് മണ്ഡലമായിട്ട് വീടുകൾ തന്നെ പരിഗണിക്കപ്പെടുകയും അവിടുന്ന് അനിവാര്യമായ ഘട്ടങ്ങളിൽ മാറി നിൽക്കുകയോ പോയി വരികയൊക്കെ വേണ്ടി വരുമെങ്കിലും അവരുടെ താവളം വീടുകളായിട്ട് തന്നെ ഉണ്ടാവേണ്ടതുണ്ട്. അവര് അള്ളാഹു വലിയൊരു ലക്ഷറി തന്നെ കുട്ടികൾക്ക് വേണ്ടി നീക്കി വെച്ചിരിക്കുക. ഒരു പക്ഷേ ഇപ്പൊ അഡ്മിനിസ്ട്രേഷൻ പോലെയുള്ള പല സംഗതികളും നിർവഹിക്കുന്നതില് പുരുഷന്മാരെക്കാളും സ്മാർട്ടായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുക സ്ത്രീകൾക്കായിരിക്കും. പക്ഷെ അത്രയും പൊട്ടൻഷ്യൽ ഉള്ള സ്ത്രീകളെ അല്ല ഒരു തലമുറയുടെ മൗൾഡിങ്ങിന് വേണ്ടി നീക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അതിലൂടെ തലമുറകളെ മൗൾഡ് ചെയ്യപ്പെടുമ്പോൾ വീടുകളിൽ ആ വിധത്തിൽ കെയർ ചെയ്യപ്പെടുന്ന കുട്ടികളാണ് ഉള്ളതെങ്കിൽ ആ സമൂഹം അവരെ കൈകാര്യം ചെയ്യൽ വളരെ എളുപ്പമാവും. ആ സമൂഹം വളരെ ഡിസിപ്ലിൻഡ് ആയതായി മാറും. അതിനുവേണ്ടി അള്ളാഹു തആല ആ പൊട്ടൻഷ്യൽസും കഴിവുകളും ഒക്കെ അതിനുവേണ്ടി നീക്കി വെച്ചതാണ് എന്നതാണ് വസ്തുത. അത് ആണിന് അത് പറ്റൂലേ, പെണ്ണിന് ചെയ്യണമെന്ന് എന്താ എന്നൊക്കെയുള്ള വാദങ്ങളൊക്കെ ഉന്നയിക്കുക മാർക്ക് വേണമെങ്കിലും. പെണ്ണിന് ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയും. പെണ്ണ് ചെയ്യുന്ന പലതിനും ആണ് യോഗ്യനല്ല. പക്ഷെ ആണ് ചെയ്യുന്ന പലതും എന്നല്ല മിക്ക സംഗതികൾക്കും പെണ്ണിന് സാധിക്കും. എന്നിട്ട് പോലും അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ആളുകളെ അള്ളാഹു ഈ ചൈൽഡ് കെയറിന് കൂടി വേണ്ടി നീക്കി വെക്കുന്നത് അതില് പ്രത്യേകമായ ദൈവികമായ ഒരു ആസൂത്രണവും താല്പര്യവും ഒക്കെ അടങ്ങിയിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. അപ്പോ സ്വന്തം മണ്ഡലം സമാധാനത്തോടു കൂടി സ്വന്തം മണ്ഡലത്തില് കർത്തവ്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് കഴിയുക എന്ന ഒരു കാര്യം ഇവിടെ ഈ നിർദ്ദേശം നൽകിയതിൽ അടങ്ങിയിട്ടുണ്ട്. ആവശ്യമുള്ളപ്പോൾ പുറത്തു പോവുകയും വേണം. അതിന് ഇസ്ലാം ഒരിക്കലും തന്നെ എതിരായിട്ടില്ല. പിന്നെ ഒരിക്കല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്ത്രീകൾ പരാതി പറയുന്നുണ്ട്. ആണുങ്ങള് എല്ലാ ശ്രേഷ്ഠതയും കൊണ്ടുപോയി അവർക്ക് ജിഹാദ് ചെയ്യാം, അള്ളാഹുവിന്റെ മാർഗത്തിൽ സേവനങ്ങൾ ചെയ്യാം, അവരെ പോലെ പുണ്യം ചെയ്യാനും ഞങ്ങൾക്കൊന്നും അവസരം കിട്ടുന്നില്ലല്ലോ എന്നാണ് ഒരു സ്ത്രീ പരാതി പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയോട് പറഞ്ഞത് മൻ ഖഅദത് മിൻകുന്ന ഫീ ബൈതിഹ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും സ്വന്തം വീടുകളിൽ കഴിയുകയും കാര്യങ്ങൾ വീടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഫഇന്നഹ
തുദ്രിക്കു അമലൽ മുജാഹിദീൻ, പോരാളിയുടെ കർമ്മത്തിനുള്ള പ്രതിഫലമാണ് അവള് അതിലൂടെ കരഗതമാക്കുന്നത് എന്നാണ് അള്ളാഹുവിന്റെ ദൂതൻ അത് സംബന്ധമായിട്ട് വ്യക്താക്കുന്നത്. പുരുഷൻ ജിഹാദ് ചെയ്യുന്നതും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പ്രയത്നങ്ങളിൽ ഏർപ്പെടുന്നതും അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ വേണ്ടിയാണെങ്കിൽ അതേ അള്ളാഹു തന്നെയാണ് സ്ത്രീകൾക്ക് അതേ അളവിലുള്ള തൃപ്തി അവരുടെ ഗാർഹികമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് കഴിയുന്നതിന് നൽകാൻ ഇവിടെ സന്നദ്ധത കാണിച്ചുകൊണ്ട് തന്റെ പ്രവാചകൻ മുഖേന ആ വിവരം അറിയിച്ചിട്ടുള്ളത്. ആ കാര്യം നമ്മൾ മറക്കരുത്. ചില കാര്യങ്ങൾ കൂടി ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അത് നീണ്ടുപോകുന്നതുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ ഇതിനോട് ചേർത്ത് നാളെ നിങ്ങളുമായി പങ്കുവെക്കാമെന്ന് അറിയിക്കുകയാണ്. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.